ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് ബീൻ സോ മെനി ഡേയ്സ് ആയില്ലേ, സോ കുറേ ആയല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ വ്ളോഗ് എടുത്തിട്ട് കുറേ നാളായില്ലേ, അപ്പം ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിന്ന് പുറത്ത് പോകാമെന്ന്. ആൻഡ് എന്താ പറയണ്ടേ, ആഫ്റ്റർ സോ മെനി ഡേയ്സ് ആയി വ്ളോഗ് എടുക്കുന്നുണ്ട്. ഒരു പെരുപിരം. ആൻഡ് ഇന്നലെ ഞാനിട്ട വീഡിയോയ്ക്ക് കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഗൈസ്. ആൻഡ് 2-3 നെഗറ്റീവ് കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ഞാൻ കണ്ടുള്ളൂ. ആൻഡ് എൻ്റെ വീഡിയോ കുത്തിയിരുന്ന് കണ്ടിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടായിരുന്നു. എന്തൊന്നും ഐ ഡോണ്ട് നോ വെൻ മൈ ഫീഡ് ഗെറ്റ് ടാക്ക് എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തോ റീസൺസ് ആയിട്ടുള്ള കമൻസാണ് ഞാൻ കണ്ടത്. അയാൾ ഇട്ടിക്കുന്നത്. ആൻഡ് ഞാൻ വിചാരിച്ചു ലൈക്ക് 2025 കരകയറാത്ത കുറേ വാനമ്പാടികൾ ഇരുന്ന കമൻ്റ് ഇരുന്ന് കണ്ടിട്ട് ഒരു പണിയില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ പുള്ളിക്കാരൻ വിചാരിച്ചു ഞാൻ അയാൾ റേസിസ്റ്റ് കമൻറ്റ് ഇടുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാണ്. ഞാനിരുന്ന മൂലക്കിരുന്ന കാര്യം ദാറ്റ്സ് നെവർ ഗോണ ഹാപ്പൻ. ആൻഡ് ആൻഡ് വേറൊരാൾ ഫസ്റ്റ് ലേൺ ഹൗ ടു സ്പെൽ ഹൗ ടു ടെൽ കോർസെറ്റ് എന്ന്. ആൻഡ് ഗൈസ്, ഞാൻ എൻ്റെ ഇതിൽ കോർസെറ്റ് എന്നാണ് പറയേണ്ടത്, ക്ലോസെറ്റ് എന്നൊന്നും അല്ലല്ലോ അല്ലേ. എന്തോ കറക്റ്റായി പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എഗെയിൻ ആ വീഡിയോ എടുത്ത് പോയിട്ട് നോക്കി ഞാൻ കറക്റ്റായിട്ടാണോ പറയുന്നതെന്ന്. ആൻഡ് ഞാൻ കറക്റ്റായിട്ടാണ് പറയുന്നത്. ഇനി ആ കൊച്ചിൻ്റെ നാട്ടിൽ വേറെ വല്ലതുമാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് മറ്റേ റീസിസ്റ്റ് കമൻ്റ് ഇട്ട ആളുടെ കമൻസ് ആണ്. ലൈക്ക് എന്തോ വൈറ്റ് ഇട്ട് നന്നായി, ഇല്ലെങ്കിൽ കാണാൻ പോലും പറ്റില്ലായിരുന്നല്ലോ എന്ന്. അങ്ങയുടെ ചുറ്റുപാടുള്ളവരെങ്ങനെ അവരുടെ കൂടെ ലൈക്ക് ഡാർക്കായിട്ടുള്ള ഒരാളിനെയൊക്കെ കാണുമ്പോഴത്തേക്കുമുള്ള ഓരോരോ പരിപരമാണോ അതോ കമൻറ്റ് നെഗറ്റീവ് ഇടാൻ വേണ്ടി മാത്രമായിട്ട് നെഗറ്റീവ് ഇട്ടതാണോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ അയാൾ കമൻറ്റ് ഇടുന്നത്. And I felt so happy because I get so like കുറേ പോസ്റ്റിനിടയ്ക്ക് നെഗറ്റീവ് വരുന്ന നല്ലതാണ് സത്യം പറഞ്ഞാൽ. And if you think that I will cry in the corner of my house and ഞാൻ ഇനിയും വീഡിയോ എടുത്തില്ല, ലൈക്ക് ഞാൻ ഡാർക്കാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇടാതെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ല ഗൈസ്. ബിക്കോസ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരേ ഒരു പ്രശ്നമേ അല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം എന്നെ പോലെ പോലും എടുക്കാൻ പറ്റാത്ത കുറേ പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാവരും കാണും ഇങ്ങനെ റിക്സിസ് കമൻസിന് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് അറിയാത്ത കുറച്ച് പേര്. ലൈക്ക് ദേ വിൽ ഗെറ്റ് ഹേർട്ട് ബൈ സീയിങ് ദാറ്റ് ടൈപ്പ് ഓഫ് കമൻസ്. ആൻഡ് ലൈക്ക് ഇഗ്നോർ ഇറ്റ് ഗൈസ്, ഇഗ്നോർ ഇറ്റ്. എന്തായാലും അവരല്ല നമുക്ക് ചിലവിന് എഴുതുന്നത്. സോ ഐ ഡോണ്ട് ഗിവ് എ ഫക്ക് അബൌട്ട് ദീസ് പീപ്പിൾസ്. ആൻഡ് നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം. ഓക്കെ, ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി പോവാന്ന്. ആൻഡ് പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ ബൈ ഗൈസ്. കറൻലി വി ആർ ഇൻ വഴിയോരം ബിക്കോസ് കൃഷ്ണ ക്രൈവ് ഫോർ പാനിപ്പൂരി. അപ്പോൾ നമ്മളിങ്ങനെ ചായ പിടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട്. കൃഷ്ണയ്ക്ക് ഭയങ്കര അതിയായ പാനിപ്പൂരി ഭ്രാന്തുണ്ട്. സോ കൃഷ്ണയുടെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ മോളെ വിലക്കുക. ഭയങ്കര ഫാസ്റ്റ് ഫുഡ് കഴിക്കും കൃഷ്ണ ആൻറ്റി, എന്നാലും ദേഹത്തൊന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ അപ്പുറത്തോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ എന്തുവാ ചർച്ചിലാണ്. എന്നെ കാണാൻ പറ്റത്തില്ല ബിക്കോസ് നോ വെട്ടം ഹിയർ. ചർച്ചിലാണ്. അരമണിക്കൂർ ഞങ്ങൾ മാത്രം വഴിതെറ്റിപ്പോയി, എവിടെയൊക്കെയോ പോയി, എന്നിട്ട് വീണ്ടും തിരിച്ചെത്തി. ഇനി ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണം. വേറെ അടിച്ചിരാന്ന് പറഞ്ഞു. Look at my new friends.
ഞങ്ങളിതാ ഇവിടെ ചർച്ചിലാണ്. സോ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഉടുപ്പെടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ നിൽക്കുന്ന ഈ ഇതിന് വേണ്ടിയിട്ടാണ് ഉടുപ്പെടുക്കാൻ പോകുന്നത്. സോ ഞങ്ങൾ ആ കടയിലെത്തിയിട്ട് കാണിക്കാം. ഓക്കെ, ഉടുപ്പെടുക്കാൻ വന്നിട്ട് ഡിഗ്നിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. സോ ഞങ്ങൾ തിരിച്ചു പോകുന്നു. നല്ലതൊക്കെ ഉണ്ട്, എന്നാലും സ്ലീവ്ലെസ് ഓപ്ഷൻ സ്ലീവ് ഉള്ള ഓപ്ഷൻ ഒരുപാടൊന്നുമില്ല. സോ ഒന്നും എടുത്തില്ല. 4-5 കടയിൽ കയറി ഇറങ്ങി. എവിടെ ഞാൻ ആരെയും കാണിക്കുന്നു. കുറേ പേര് എന്നോട് ചോദിച്ചു എന്താ അവളെ കാണിക്കാത്ത. അവളാണ് കാണിക്കാൻ വരാം. ഞാൻ ബാക്കി നമ്മുടെ ചർച്ചയിലെ വ്യൂസ് കാണിക്കാം. എന്താ പണി ഇങ്ങനെ തെരുവ് തന്നെ നടക്കാൻ ഇങ്ങനെ. നമ്മളിപ്പോൾ ബോങ്കോസിൽ പോവാന്ന്. ബോങ്കോസ് ഈ താഴെ പോണോടി. സെയിം സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. ബോങ്കോസിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡ്രസ്സാണുള്ളത്. ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. ഞാൻ ന്യൂ ബാലൻസിൻ്റെ ഷോപ്പാണ്. നൈസ് ഷൂസ്. ബോങ്കോസിലെത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സങ്കടം വരുന്നുണ്ടോ? എന്താടി? ഞാൻ മെലിഞ്ഞെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മളിത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകാം. ആൻഡ് കൃഷ്ണ ഈസ് ഗോയിങ് ടു വെയർ ബ്ലാക്ക് കളർ ബോഡിക്കോൺ ഡ്രസ്. എനിക്ക് വിശക്കുന്നുണ്ട് നല്ല രീതിക്ക്. കൃഷ്ണ എൻ്റെ കമൻ്റൊക്കെ കണ്ടായിരുന്നു. കൃഷ്ണ എന്താണ് അഭിപ്രായം? ഒന്നും പറയില്ല. വെറും എന്തുവാ തെണ്ടി തിരിഞ്ഞിരിക്കുന്ന വീട്ടിൽ ഒരു പണിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണം ബാക്കിയുള്ളവർക്ക് നെഗറ്റീവായിട്ട്. ഒരാളെ വളരെ അനുവദിക്കുന്നില്ല. അത് എന്നെ വളരെ അനുവദിക്കുന്നില്ല. ഈ വ്ളോഗ് ഞാൻ പ്രോബ്ലി നൈറ്റ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാം. നാളെ ഞങ്ങൾക്ക് എക്സാം ആണ്. അയ്യോ, എക്സാം ആണ്. അതിൻ്റെ കാര്യം ചാപ്റ്റർ ഏതല്ല, സബ്ജക്റ്റ് ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പഠിച്ചില്ല. ഞാൻ എക്സാമിൻ്റെ കാര്യമേ പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ ഞാൻ നെയ്ച്ചോറും പെപ്പർ ഡ്രൈയും വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. വിശക്കുന്നുണ്ട് നല്ല രീതിക്ക്. റിയലി ഹംഗ്രി. ഒരു ഭയങ്കര നോയ്സിയാണ്. പിന്നെ ഡ്രസ്സ് കിട്ടാത്തതിൻ്റെ സങ്കടത്തിന് അങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ, അല്ലെങ്കിൽ തലമണ്ട അടിച്ച് പൊട്ടിക്കുമ്പോൾ. കൃഷ്ണ കടയുള്ള ടീംസിനൊന്നും നമ്മൾ വിളിക്കാൻ പാടില്ല ഗൈസ്. നല്ല വിശക്കുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. പിമ്പിൾസ് ഒക്കെ നമ്മളുടെ തവ ഷവർമ്മ വന്നിരിക്കുന്നു. ചിരിക്കടി. സോ ശോകം ഗൈസ്. തവ ഷവർമ്മ കൊള്ളാല്ലേ? സോ ടേസ്റ്റി ഗൈസ്. कैसे बनो? So tasty guys. നല്ല ടേസ്റ്റ്. നല്ല ഭംഗിയുടെ കാണാൻ. അവിടെ ഒരു കുഞ്ഞുവാവയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ.
നെയ്ച്ചോറ് ഇതായിട്ട് വന്നിട്ട് ഗൈസ്. ഈ നല്ല വിശക്കുന്നുണ്ട്. പിന്നെ ഫുഡ് വരട്ടെ, ഫുഡ് വന്നിട്ട് കാണിക്കാം. നമ്മൾ ഫുഡ് അവസാനമായിരിക്കും. വയറാണ് വയറിറങ്ങി വീട്ടിൽ പോകണം.